ഹലോ ഓൾ, ഇന്ന് ഞാൻ വന്നേക്കുന്നത് തേങ്ങ വറുത്തരച്ച് കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: 2 കപ്പ് കടല, 2 വലിയ ഉള്ളി ചെറുതായി സ്ലൈസ് ചെയ്ത്, 2 ടേബിൾ സ്പൂൺ തേങ്ങ വറുത്തരച്ചത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 5 കപ്പ് വെള്ളം. കടുക് വറുക്കാൻ വേണ്ടിയുള്ള ഉള്ളി, ഇത് ചെറിയ സവാള ഉള്ളി ഒരെണ്ണം ഞാൻ എടുത്ത് അരിഞ്ഞേക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കടല 8 മണിക്കൂറോ അല്ലെ ഓവർ നൈറ്റോ സോക്ക് ചെയ്യണം. ഇത് ഞാൻ ഓവർ നൈറ്റ് സോക്ക് ചെയ്ത കടലയാണ്. സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടലയ്ക്കകത്ത് വെള്ളം കളഞ്ഞിട്ട് അത് നമുക്ക് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം. ഉപ്പ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 8 വിസിൽ വരുന്നവരെയാണ് കുക്ക് ചെയ്യേണ്ടത്. ഇത് ഞാൻ 8 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തതാണ്. ഇതാ നോക്കിക്കുക, ആ ഉള്ളിയൊക്കെ നല്ല പോലെ ഇതുമായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട്. കടല നല്ല സോഫ്റ്റ് ആയിരിക്കും, അത് നോക്കിക്കോണം. അത് ഞാൻ യൂസ് ചെയ്യുന്ന കടല 8 വിസിൽ വരെ കുക്ക് ചെയ്താൽ അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്ത് കടുക് ഇട്ട് പൊട്ടിക്കാം. അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന കടുക് വറുക്കാനായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയും കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം, ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ. കടുക് വറുക്കുന്ന അതേ പരുവത്തിലാക്കിയെടുത്താൽ മതി. അതിനകത്തേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഈ അരപ്പ് ഞാൻ അരച്ച് വെച്ചിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ അരപ്പ് കട്ടിയായിട്ടിരുന്നാലും കുഴപ്പമില്ല, ചൂട് പാനിലോട്ട് ഇടുമ്പോൾ അതങ്ങ് ഉരുകിപ്പോയിക്കോളും. ഈ തേങ്ങ എങ്ങനെ വറുത്തരയ്ക്കുന്നതെന്നുള്ള ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെയൊക്കെയുള്ള പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ഇപ്പോൾ തീയലായാലും അല്ലെങ്കിൽ കടലക്കറിയോ മീൻകറിയോ ഒക്കെ ഉണ്ടാക്കാൻ അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന കടല എടുത്ത് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിക്കോണം. നേരത്തെ നമ്മൾ കുക്ക് ചെയ്യാൻ നേരം ഉപ്പിട്ടില്ലായിരുന്നോ, അതനുസരിച്ച് വേണം ഇതിനകത്ത് ഉപ്പിടാൻ. ഇനി ഗരം മസാല എന്നിട്ട് കൊടുത്തിട്ട് ഉപ്പ് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇളക്കിയിട്ട് അടച്ചു വെക്കാം. ഒരു 15-20 മിനിറ്റാണ് ലോ ഹീറ്റിൽ വെച്ചാണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഞാനൊരു 6 തരം പുട്ടുണ്ടാക്കുന്ന ഇത് നേരത്തെ വീഡിയോ ചെയ്തായിരുന്നു. അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.